ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ട്രോയ്ക്കാസ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുതിരയെക്കുറിച്ചാണ് കേട്ടോ. ആരോഗ്യത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു ധാന്യമാണ് മുതിര. ശരീരത്തിന് ചൂട് നൽകുന്ന ഒരു ധാന്യമായതുകൊണ്ട് തണുപ്പ് കാലത്ത് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുതിരയിൽ ധാരാളം നാരുകൾ, പ്രോട്ടീൻ, ഇരുമ്പ്, കാൽഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അസ്ഥികളുടെ ആരോഗ്യത്തിനും ശരീരഭാരം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ നമ്മുടെ ശരീരത്തിന് ധാരാളം ഊർജം നൽകാനും ഇത് സഹായിക്കുന്നു. അതുപോലെ മുതിരയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതുകൊണ്ട് ഇത് ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പനിയുള്ള സമയത്ത് മുതിര തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പനി കുറയാനും നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയധികം ഗുണങ്ങളുണ്ട് നമ്മളുടെ മുതിരയിൽ. അപ്പോൾ മുതിര വെച്ചിട്ട് ഞാനിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കപ്പ് അളവിൽ മുതിര ഞാനൊരു 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തെടുത്താലും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് വേവുള്ള കാരണമാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മുതിര അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 കപ്പ് അളവിൽ മുതിരയാണ്, അതിന് 1/2 കപ്പ് അളവിൽ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവാൻ ആവശ്യമായിട്ട്. ഇനി അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും കൂടി വരുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു 3 വിസിൽ ലോ ഫ്ലെയിമിലും വരണം, എന്നാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മുതിര വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ആവിയൊക്കെ പോയി ചൂടാറിയതിന് ശേഷം വേണം തുറക്കാനായിട്ട് കേട്ടോ. അത് കണ്ടാൽ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഇച്ചിരി ഒരു വെള്ളമുണ്ട്, അത് നമ്മളൊന്നങ്ങ് വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പോളം ഏകദേശം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 2 അച്ച് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിലങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഒരു 3/4 കപ്പോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി മധുരം ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരിയും കൂടി ഉള്ള വെള്ളം ഒന്നങ്ങ് വറ്റിച്ചെടുക്കാം. ഇനി ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് അണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ചേർത്ത് ഒന്നങ്ങ് വറുത്ത് കോരിയതിൻ്റെ ശേഷം നമുക്ക് ഇതും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കുക. അതിൻ്റെ ഒരു ഫ്ലേവർ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുതിര വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അവർക്ക് നല്ല ഇഷ്ടമാവും. ഇച്ചിരി മധുരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.